അപ്പോൾ ഇന്നൊരു സാരി ബോക്സ് ഫോൾഡിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ബോക്സ് ഫോൾഡിങ്ങിന് നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റുകളെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു സാരി ബോക്സ് ഫോൾഡിങ് ചെയ്യുന്ന ഒരു 3 മെഷർമെൻറ്റാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഫസ്റ്റ് മെഷർമെൻറ്റ് ഷോൾഡർ മുതൽ എത്രയും ഇറക്കം ആണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എടുത്തിരിക്കണം. ഷോൾഡർ മുതലായിട്ട് നമ്മുടെ കസ്റ്റമർക്ക് എത്ര ഇറക്കം വേണം, അല്ലെങ്കിൽ നമുക്ക് എത്ര ഇറക്കം വേണം, അത് ഷോൾഡർ മുതലായിട്ട് എടുക്കുന്നത്. അവിടെ നമ്മൾ ആദ്യമായിട്ട് ഒരു പിന്നെ ഇപ്പോൾ നിങ്ങളിത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് കറക്റ്റ് മെഷർമെൻറ്റ് അറിയുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. അതിന് മുമ്പായിട്ട് നമ്മളിതൊരു സെപ്റ്റീപ്പിലൂടെ സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഒരു സെപ്റ്റീപ്പിൽ ഫസ്റ്റ് മെഷർമെൻറ്റാണ് ഇത് മുതൽ ഇവിടം വരെയുള്ള ഇറക്കം. അത് ഫസ്റ്റ് ഇങ്ങനെ എടുക്കണമെന്നില്ല, ഫസ്റ്റ് എടുക്കേണ്ടത് നമുക്ക് ആദ്യമുള്ള ഭാഗം മുതലായിട്ട് വേണമെങ്കിൽ എടുക്കാം. അതിന് ശേഷം സെക്കൻഡ് മെഷർമെൻറ്റ് എടുക്കുന്ന രീതി ഇങ്ങനെയാണ്. ഇങ്ങനെ പിടിച്ചതിന് ശേഷം സെക്കൻഡ് മെഷർമെൻറ്റ് നമ്മൾ എടുക്കേണ്ടത് കറക്റ്റ് ഈ ഒരു ഭാഗം ടൈറ്റ് ആവുന്ന രീതിയിൽ കറക്റ്റ് പിടിച്ചുകൊണ്ട് ഈ മുട്ടിൻ്റെ ഭാഗം വരെയുള്ള മെഷർമെൻറ്റ്, ആളിൻ്റെ മുട്ട് നമ്മൾ താഴെ നോക്കിയിട്ട് ആ മുട്ടിൻ്റെ ഈ ഒരു ഭാഗം വരെയുള്ള മെഷർമെൻറ്റ് ആണ് നമുക്ക് എടുക്കേണ്ടത്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവിടെ ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ പ്ലീറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഈ പ്ലീറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടം വരെയുള്ള മെഷർമെൻറ്റ് എടുക്കുന്നത്. അത്ര മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് മെഷർമെൻറ്റ് ഇതെടുക്കുക. അതിനുശേഷം നമുക്ക് അവരെ ഇങ്ങനെ സാരി ഇങ്ങനെ ചുറ്റി നല്ല ടൈറ്റാക്കി അവിടെ മുട്ട് വരെയുള്ള മെഷർമെൻറ്റ് ഭാഗത്ത് ഒരു സെപ്റ്റീപ്പിന് നമുക്ക് അളവിനായിട്ട് അവിടെ ഒരു സെപ്റ്റീപ്പിന് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കണം. അതിനുശേഷമുള്ള മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് മുതൽ, അതായത് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ നെവൽ ഏരിയയിൽ നിന്ന് ഒരു 5 ഇഞ്ച് മാറ്റി, അത് സാരിയുടെ നീളം അനുസരിച്ച് നമുക്ക് ക്രമീകരിക്കാം. സാരിക്ക് നീളം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് മാറ്റിയാലും കുഴപ്പമില്ല. ഈ ഒരു ഭാഗം നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് കണ്ടതിന് ശേഷം ഈ ഉള്ളിലൂടെ എടുത്ത് പിന്നെ നമ്മൾ നേവൽ വന്നതിന് ശേഷം അവിടെ നിന്നൊരു 2-3 ഇഞ്ച് മാറ്റിയാണ് നമ്മൾ അടുത്ത മെഷർമെൻറ്റ് എടുക്കുന്നത്. കറക്റ്റ് ഇങ്ങനെ ടൈറ്റ് വന്ന് നിന്നാൽ ഇത് അവിടെ ഇരിക്കുന്ന ബാഗ് ഇങ്ങനെ പൊങ്ങിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ബാഗിൽ കുറച്ച് ലൂസ് വേണ്ടത് കൊണ്ട് അത്യാവശ്യം അവർക്ക് ഉടുക്കുന്ന ആൾക്ക് അല്പം കൂടെ വേണമെങ്കിൽ കയറ്റി ഉടുക്കുകയൊക്കെ ചെയ്യാൻ നമ്മൾ എപ്പോഴും ഈ കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കാതെ കുറച്ച് മാറ്റി ഒരു 4 ഇഞ്ചൊക്കെ മാറ്റിയിട്ടാണ് അടുത്ത മെഷർമെൻറ്റ് നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ 3 മെഷർമെൻറ്റാണ് ഒരു സാരി ബോക്സ് ഫോൾഡിങ്ങിന് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ ഈ മെഷർമെൻറ്റുകൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് മെഷർമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഓക്കെ.